ആത്മീയത മുതലെടുത്ത മൃഗീയ ലൈംഗിക ചൂഷണം ചെയ്ത് മുട്ടനാടുകൾ സായുജ്യമടയുമ്പോൾ വെട്ടിലാകുന്നത് പാവം കുഞ്ഞാടുകളാണ്. ബിഷപ്പിന്റേത് ആത്മീയതയുടെ മറവിലുള്ള ലൈംഗിക ചൂഷണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എല്ലാം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം സ്വീകരിച്ച കന്യാസ്ത്രീകളെ ചതിക്കുന്നവർ അതേ സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അറസ്റ്റിലായതോടെ പുറത്തുവരുന്ന വിവരങ്ങൾ ഒരു സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തവയാണ്. കാലങ്ങളായി വേദന അനുഭവിച്ച് പുറത്തു പറയാതെ സന്യാസ ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്ന നിരവധി കന്യാസ്ത്രീകളുടെ വേദനകളും ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. ആത്മീയതയുടെ മറവിൽ ലൈംഗിക ചൂഷണം നടത്തുകയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ചെയ്തതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കുറവിലങ്ങാട്ടെ നാടുകുന്ന സെന്റ് ഫ്രാൻസിസ് മിഷൻ അതിഥി മന്ദിരത്തിൽ കന്യാസ്ത്രീ 13 തവണ ബലാത്സംഗത്തിനിരയായതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗസ്റ്റ് ഹൌസിലെ ഒരേ മുറിയിൽ 13 തവണ ബലാത്സംഗത്തിനിരയാക്കിയെന്നും പ്രകൃതി വിരുദ്ധ ലൈംഗിക സംബന്ധം നടത്തി ബിഷപ്പ് കാമസംതൃപ്തി നേടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബിഷപ്പ് ഹൗസുകളും പള്ളിമേടകളും ഉണ്ടായിരുന്നിട്ടും യവനയുക്തകളായ 3 കന്യാസ്ത്രീകൾ മാത്രം താമസിക്കുന്ന പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ആൾവാസം കുറഞ്ഞ ഒറ്റപ്പെട്ട റബ്ബർ തോട്ടത്തിന് നടുവിലെ കന്യാസ്ത്രീ മഠത്തിൽ ബിഷപ്പ് വന്ന് താമസിച്ചത് ബോധപൂർവമാണെന്നും 10 പേജുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബിഷപ്പ് ജലന്ധർ രൂപത അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം എല്ലാ മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച വൈകിട്ട് കന്യാസ്ത്രീകൾക്കായി ഇടയനൊപ്പം ഒരു ദിനം എന്ന പേരിൽ പ്രാർത്ഥന പരിപാടി നടത്തിയിരുന്നു. 2014 ജൂൺ 20 ആരംഭിച്ച പ്രാർത്ഥനാ പരിപാടിയിൽ രാത്രി 9 മുതൽ 10 വരെ കന്യാസ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ബിഷപ്പിന്റെ മുറിയിൽ സ്വകാര്യ സങ്കടങ്ങൾ വെളിപ്പെടുത്താൻ അവസരം നൽകിയിരുന്നു. എന്നാൽ ഈ സമയം പദവിക്ക് ചേരാത്ത തരത്തിലുള്ള ദുരുദ്ദേശപരമായ പ്രവൃത്തികളാണ് ബിഷപ്പിൽ നിന്നുണ്ടായത്. ബിഷപ്പിന്റെ പെരുമാറ്റ രീതിയെ തുടർന്ന് കന്യാസ്ത്രീകൾ വിമുഖത കാട്ടിയതോടെ 2015 നവംബർ 10 പ്രാർത്ഥനാ രീതി നിലച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആയതിനാൽ ബിഷപ്പിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നും ഉമിനീർ DNA സാമ്പിൾ എന്നിവ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രതി ആരോപണ കാലയളവിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ ഉൾപ്പെടെ തെളിവുകൾ കണ്ടെടുക്കണം. പ്രതി ഉന്നത സ്വാധീനവും സാമ്പത്തിക ശേഷിയും ആൾബലവുമുള്ള ആളാണ്. സ്വതന്ത്രനായി നിന്നാൽ ഭീഷണിയും സ്വാധീനവും ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിച്ച് അന്വേഷണത്തെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ രാജ്യം വിടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. പരാതിക്കാരിക്കും ഒപ്പമുള്ള കന്യാസ്ത്രീകൾക്കും സുരക്ഷാ ഭീഷണി നിലനിൽക്കുകയാണ്. ആത്മീയതയുടെ മറവിൽ ലൈംഗിക ചൂഷണം നടത്തി ജനശ്രദ്ധയാകർഷിച്ച കേസായതിനാൽ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും റിമാൻഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.